അത് റീ റിലീസ് ചെയ്താൽ ആളുകൾ ചിലപ്പോൾ ഏറ്റെടുക്കുമായിരിക്കാം. പക്ഷെ എനിക്കതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ചെയ്യണം. അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആലോചിച്ച് തീരുമാനിച്ചൊരു കാര്യമാണ്. എങ്ങനെയുണ്ടായിരുന്നു മിഥുന്? അവിടെ ആടുണ്ടായിരുന്നു. ആട് നമ്മൾ സെറ്റിൽ പ്രോപ്പർട്ടിയുടെ ആടൊക്കെ ഉണ്ടായിരുന്നു ആ വീട്ടിൽ. അപ്പോൾ ആടിൻ്റെ അടുത്ത് പോയിട്ട് ആടിനെ ചൊറിയാൻ പോയി. വാല് പിടിച്ച് വലിക്കുക, ചെവി പിടിച്ച് വലിക്കുക. കുറേ കഴിഞ്ഞപ്പോൾ അവിടെ തട്ടു കൊടുത്തു. അറിയാൻ പറ്റും, നിർത്തിയില്ല. നമ്മളുടെ അതൊരു റിയൽ ഇൻസിഡൻ്റ് ആണ്. നമ്മളതിൻ്റെ പരസ്യത്തിലൊക്കെ പറഞ്ഞതുപോലെ കുറച്ച് റിയൽ സംഭവങ്ങളെ ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം ആളുകൾ സ്വീകരിക്കും അല്ലെങ്കിൽ ആളുകൾക്ക് എത്രത്തോളം കണക്റ്റ് ആവും എന്നതിൽ നമുക്കൊരു റോഷൻ ചേട്ടൻ, ശ്രുതി എല്ലാവരായിട്ടും എങ്ങനെയുണ്ടായിരുന്നു? ചില കഥകൾ എനിക്ക് ഇഷ്ടമായിരിക്കും, നല്ല കഥകളായിരിക്കും. പക്ഷേ എനിക്കത് എങ്ങനെയാണ് സിനിമയാക്കണം, എങ്ങനെയാണ് അത് ഷൂട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും എൻ്റെ ഒരു സിനിമയുടെ ഫോർമാറ്റ് എന്ന് എനിക്കൊരു കൃത്യമായൊരു ധാരണ ഉണ്ടാവില്ല. ഏത് സിനിമ? ഹായ്, ഹലോ, നമസ്കാരം. നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് മലയാളത്തിന് ഒരു പിടി നല്ല സിനിമകൾ സമ്മാനിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ സാറാണ്, എം പത്മകുമാർ സാറാണ്. സാർ നമസ്കാരം, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. എന്താണ് പുതിയ സിനിമയുടെ വിശേഷങ്ങളായിട്ട് നമ്മളോടൊപ്പം ചേരുകയാണ്? ഉയർ എന്ന് പറഞ്ഞ മൂവിയുടെ എന്തൊക്കെയാണ് ഒരു മൂവിയുടെ വിശേഷങ്ങൾ? ഉയർ ഒരു 2 ആഴ്ച മുമ്പ് റിലീസായി. കേരളത്തിലും ലോകമെമ്പാടും റിലീസായി. നല്ല രീതിയിൽ ആളുകൾ സ്വീകരിക്കുന്നുണ്ട്. നമ്മളുടെ അതൊരു റിയൽ ഇൻസിഡൻ്റ് ആണ്. നമ്മളതിൻ്റെ പരസ്യത്തിലൊക്കെ പറഞ്ഞതുപോലെ കുറച്ച് റിയൽ സംഭവങ്ങളെ ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം ആളുകൾ സ്വീകരിക്കും അല്ലെങ്കിൽ ആളുകൾക്ക് എത്രത്തോളം കണക്റ്റ് ആവും എന്നതിൽ നമുക്കൊരു സംശയമുണ്ട്. സംശയം എന്ന് വെച്ചാൽ നമുക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് പറയാൻ പറ്റുമോ അങ്ങനത്തെ സിനിമകൾ. നമ്മൾ പ്രതീക്ഷയേക്കാൾ നന്നായി ആളുകൾ വളരെ നന്നായി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ആളുകൾ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. വളരെയധികം സന്തോഷം. ഓക്കെ, ആദ്യം ഞാൻ ചോദിക്കുകയാണ്, സാർ എങ്ങനെയാണ് ഈ മൂവിയിലേക്ക് എത്തുന്നത്? ഉയർ മൂവിയിലേക്കുള്ള സാറിൻ്റെ വരവ് എങ്ങനെയായിരുന്നു? ഞാനിങ്ങനെ ഒരു സിനിമ കഴിഞ്ഞാൽ അടുത്ത സിനിമയ്ക്ക് വേണ്ടി പല കഥകൾ കേൾക്കാറുണ്ട്, പല സ്ക്രിപ്റ്റുകൾ കേൾക്കാറുണ്ട്. അപ്പോൾ ചില സിനിമകൾ കഥകൾ നമുക്ക് കേൾക്കുമ്പോൾ നമുക്കത് കണക്റ്റ് ആവും. നമുക്ക് നമ്മുടെ കഥ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സിനിമയുടെ ഒരു ഫോർമാറ്റ് നമ്മുടെ മനസ്സിൽ വരും. അപ്പോഴാണ് നമുക്ക് സിനിമയാക്കാൻ പറ്റും, എൻ്റെ കൂടെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നത്. ചില കഥകൾ എനിക്ക് ഇഷ്ടമായിരിക്കും, നല്ല കഥകളായിരിക്കും. പക്ഷേ എനിക്കത് എങ്ങനെയാണ് സിനിമയാക്കണം, എങ്ങനെയാണ് അത് ഷൂട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും എൻ്റെ ഒരു സിനിമയുടെ ഫോർമാറ്റ് എന്ന് എനിക്കൊരു കൃത്യമായൊരു ധാരണ ഉണ്ടാവില്ല. അപ്പോൾ അത്തരം കഥകൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ അവരോട് തുറന്ന് പറയും, നല്ല കഥയാണ്, പക്ഷേ എനിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയും. ഇത് പക്ഷേ അങ്ങനെയല്ല. എന്നെ ഒരു ദിവസം പാലക്കാട് പോയപ്പോൾ, പാലക്കാട് ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്, ഉണ്ണി ഭരതം എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് ഒരു പോലീസ് ഓഫീസറുണ്ട്, അദ്ദേഹം അന്ന് SI ആണ്. അദ്ദേഹത്തിനൊരു കഥ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം, ഒരു കേസാണ്, അതൊന്ന് സിനിമയ്ക്ക് പറ്റുന്ന ഒരു കഥയാണ്, അന്ന് കേൾക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കേൾക്കാം, ഒരു ദിവസം കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ പാലക്കാട് എൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഞാനൊരു ദിവസം അദ്ദേഹം എന്നെ വന്ന് കണ്ടിട്ട് ഈ കഥ പറഞ്ഞു. ഇത് 2017 അദ്ദേഹം പ്രൊബേഷണറി SI ആയിരിക്കുന്ന സമയത്ത് ഇരിട്ടി സ്റ്റേഷനിലായിരുന്നു അദ്ദേഹം. അവിടെ നടന്ന ഒരു നാടോടി സ്ത്രീയുടെ കൊലപാതകവും അതിൻ്റെ അന്വേഷണവും അതിനെ തുടർന്ന് അവരുടെ 2 കുട്ടികൾ കാണാതായതും ആ കുട്ടികളെ തേടിയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു യാത്രയും ഒക്കെയാണ് ആ കഥയായിട്ട് എന്നോട് പറഞ്ഞത്. എന്നോട് പറയാൻ മാത്രമല്ല, അത് അന്ന് ആ സമയത്ത് മാതൃഭൂമി പത്രത്തിൽ എൻ്റെ ഒരു ഫീച്ചറായിട്ടത് വന്നിരുന്നു. അതും എന്നെ കാണിച്ചു. അപ്പോൾ ഞാനത് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതെന്ന് വെച്ചാൽ ഒന്നാമതൊരു മാനുഷിക മൂല്യമുള്ള ഒരു കഥയാണ്. ഒരു പോലീസ് ഓഫീസറുടെ ഭാഗത്തുനിന്നും നമ്മൾ സാധാരണ കാണാത്ത അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ഒരു അറ്റംപ്റ്റാണ് അതുണ്ടാകുന്നത്. അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കണം, നമ്മുടെ സമൂഹം അത് അറിയണം, സമൂഹത്തിന് നല്ല മെസ്സേജ് കൊടുക്കുന്നൊരു സിനിമയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും സിനിമയാക്കണം. മാത്രമല്ല അതിനകത്തൊരു സിനിമാറ്റിക് എലമെൻ്റ് ഉണ്ട്. സിനിമ എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഒരു റിയൽ ഇൻസിഡൻറ്റ് സിനിമയാക്കുമ്പോൾ അതിലൊരു സിനിമാറ്റിക് എലമെൻ്റ് ഇല്ലെങ്കിൽ അതൊരു ഡോക്യുമെൻ്ററി ആയി പോകും. അപ്പോൾ അത് കാണാനുള്ള ആളുകളുടെ ഇൻട്രസ്റ്റ് കുറയും. ഇത് നമ്മൾ സിനിമാ തിയേറ്ററിൽ എത്തുന്ന ആളുകളെ ആകർഷിക്കുകയും വേണം. അതേസമയം അതിൻ്റെ റിയാലിറ്റി എന്താണോ അത് ഒട്ടും ചോർന്നു പോകാനും പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു ചാലഞ്ച് കൂടെ അതിനകത്തുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് രസമായിട്ട് ചെയ്യാൻ പറ്റും. അട്രാക്ട് ചെയ്ത ഒരു പാട്ട് എന്തായിരുന്നു ആ സിനിമയിലത്തെ? ഈ കുട്ടികളെ അന്വേഷിച്ചുള്ള ഇയാളുടെ പോക്കായിരുന്നു. അതായത് ഒരു പ്രൊബേഷണറി SI എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ജോലി ആയിരുന്നില്ല ഈ കൊലപാതകവും അതിൻ്റെ അന്വേഷണം. ആദ്യം ഒരു ആത്മഹത്യയായിരുന്നു, പിന്നീടാണ് അതൊരു മർഡറാണെന്ന് മനസ്സിലാവുന്നത്. പക്ഷേ അപ്പോഴും അതിൻ്റെ അന്വേഷണമോ അല്ലെങ്കിൽ ഈ കുട്ടികളുടെ പുറകെയുള്ള അന്വേഷണം ഒന്നും പുള്ളിയുടെ ഒരു ജോലിയായിരുന്നില്ല. പുള്ളി സ്വയം അത് ഏറ്റെടുത്താണ്. പ്രത്യേകിച്ചും ഈ കുട്ടികളുടെ കാര്യം, കൊലപാതകമാണെന്ന് തെളിഞ്ഞു, അതിൻ്റെ പിന്നിൽ ആരാണെന്ന് തെളിഞ്ഞു, അവർ അറസ്റ്റ് ചെയ്തതോടെ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി അവസാനിച്ചു. ഈ കുട്ടികൾ മിസ്സിംഗ് ആണ്. അതിന് പരാതിക്കാരില്ല, പരാതി അന്വേഷിക്കാൻ ആളില്ല. ആരെങ്കിലും പരാതി കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ കുട്ടികളെ അന്വേഷിച്ച് ആരും വന്നിട്ടില്ല. അദ്ദേഹം 2 കുട്ടികളോട് അദ്ദേഹത്തിൻ്റെ ആ പ്രായത്തിലുള്ള 2 കുട്ടികൾ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ആ ഒരു എമോഷനിൽ അദ്ദേഹം ആ കുട്ടികളെ അന്വേഷിച്ച് ഇറങ്ങി പുറപ്പെടുകയാണ്. അതും ഡിപ്പാർട്ട്മെന്റിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. പക്ഷേ ഇമോഷണൽ ജേണിയാണ്. അപ്പോൾ അതാണ് എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത്. സാധാരണ ഒരാളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന
അതിനേക്കാൾ കൂടുതലായിട്ട് ഒരു മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു അംശം അതിനകത്തുണ്ടായിരുന്നു. സർ പാലക്കാട്ടുകാരനാണല്ലേ? അതെ. ഏറ്റവും അഭിമാനം, ഞാനും പാലക്കാട്ടുകാരിയാണ്. ഒരുപാട് സന്തോഷം. പിന്നെ സർ ആരുടെ പേരായിരുന്നു പറഞ്ഞത്? ഉണ്ണി വരന്തം. എനിക്ക് വളരെ പരിചയമുണ്ട്. ഞാനും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആളെ പരിചയപ്പെട്ടു. മറ്റേ പാട്ടുകളൊക്കെ കൊണ്ട് നടക്കുന്നത് ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ്. പിന്നെ ഈ ജനമൈത്രി പോലീസിന്റെ ഒക്കെ ഒരാളാണ്. അങ്ങനെ പാലക്കാട് അറിയപ്പെടുന്ന ഒരു താരമാണ്. അജീബിനെ പറ്റി പറയുകയാണെങ്കിൽ റിയൽ ആയിട്ടുള്ള ആളെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ആള് ഈ കഥ നറേറ്റ് ചെയ്ത് തരുമായിരുന്നു? അതെ, ഞാൻ പറഞ്ഞില്ലേ, ഈ പോലീസ് ഓഫീസർ അദ്ദേഹം അൻഷാദ് എന്ന് പറയുന്ന, ഇപ്പോൾ അദ്ദേഹം താനൂർ സി ആണ്. അന്ന് എന്നോട് കഥ പറയുമ്പോൾ SI ആയിരുന്നു, പട്ടാമ്പി SI ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിനോട് വന്ന് ഈ കഥ ടോട്ടലായിട്ട് പുള്ളിയുടെ ഒരു അനുഭവം, പ്രൊബേഷണറി SI ആയിരിക്കുമ്പോൾ ഈ ബോഡി പൊട്ടക്കിണറ്റിലൊരു ബോഡി കിട്ടുന്നത് മുതൽ ഈ കുട്ടികളെ കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരുന്നവരെയുള്ള കഥ അദ്ദേഹം എന്നോട് പറഞ്ഞു. അതൊരു വലിയ ജേണിയാണ്. അദ്ദേഹത്തിൻ്റെ ജേണി എന്ന് പറഞ്ഞാൽ അത് സാധാരണ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിനകത്ത് ഒരുപാട് ട്വിസ്റ്റുകളുണ്ട്, ഒരുപാട് എമോഷൻ സീക്വൻസുകളുണ്ട്. കുട്ടികളെ ബോംബെയിൽ നിന്ന് കണ്ടുകിട്ടുന്ന എമോഷൻ നമ്മൾ സിനിമയിൽ കണ്ട പോലെ, സിനിമയിൽ കണ്ട എമോഷണൽ സീക്വൻസിനേക്കാൾ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ വലിയ എമോഷനായിരുന്നു ശരിക്കും റിയലായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായത്. കാര്യം സിനിമയ്ക്കകത്ത് നമ്മൾ കാണിച്ചത് 40-50 കുട്ടികളാണ്, പക്ഷേ അവിടെ അദ്ദേഹം പറഞ്ഞത് 100-150 കുട്ടികളുണ്ടായിരുന്നു അവിടെ. അത് പക്ഷേ ഇങ്ങനെ ഒരു ഷെൽട്ടറല്ല, നമ്മൾ കാണിച്ച പോലത്തെ അങ്ങനത്തെ ഒരു ഷെൽട്ടറല്ല. എങ്കിൽ പോലും ഇത്രയും കുട്ടികളുണ്ട്. അതായത് നാടിൻ്റെ നാനാഭാഗത്തുനിന്നും കാണാതായി പോയ, അവരെ അങ്ങനെ കണ്ടെടുക്കപ്പെട്ട അവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്ന കുട്ടികളാണ്. ഇവർക്കൊക്കെ അച്ഛനമ്മമാരുണ്ട്, ഇവർക്കൊക്കെ പാരൻസിൻ്റെ, പക്ഷേ ആരാണ് എവിടെയാണെന്നൊന്നും അറിഞ്ഞൂടാ. അത്രയും കുട്ടികളുടെ അവസ്ഥ. ഈ 100 കുട്ടികൾ ഇവർ കാണാൻ പോകുമ്പോൾ 100 കുട്ടികൾ ഇവർ പോകുന്നത് ഈ 2 കുട്ടികളെ കൊണ്ടുവരാനാണ്. പക്ഷേ 100 കുട്ടികളും എന്നെ കൊണ്ടുപോകാൻ വരുന്ന ആൾക്കാരാണെന്ന് വിചാരിച്ചിട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതും, പിന്നെ അവരെ ആരും കൊണ്ടുപോകാതെ ഈ 2 കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ ബാക്കി കുട്ടികളുടെ ഒരു മുഖത്തുണ്ടാകുന്ന ഒരു എമോഷൻ ഉണ്ടല്ലോ, അതൊക്കെ പുള്ളി പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര നമ്മളെ ഹോണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. സാർ എത്രത്തോളം ആ റിയൽ സംഭവങ്ങൾ സിനിമയിലേക്ക് കൊണ്ടുവരാൻ ട്രൈ ചെയ്തിട്ടുണ്ട്? മാക്സിമം പരമാവധി കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എക്സ്ട്രാ എലമെന്റ്സ് ആഡ് ആക്കേണ്ടതായിട്ട് വന്നിട്ടില്ലേ സിനിമയ്ക്ക്? എക്സ്ട്രാ എലമെന്റ്സ് ഈ എമോഷനിൽ കുറച്ച് ആഡ് ആക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഈ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പുള്ളിയുടെ കഥയിൽ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ രസമുള്ള ഒരു കാര്യമാണ്. പക്ഷേ എങ്കിൽ പോലും അതിനേക്കാൾ കുറച്ചുകൂടെ സിനിമാറ്റിക് ആക്കാൻ വേണ്ടി അതിനകത്ത് ഒരു സിനിമാറ്റിക് ഫ്രീഡം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടെന്നല്ലാതെ അങ്ങനെ ഒരുപാട് കഥയിൽ നിന്ന് അങ്ങനെ വിട്ടുപോയിട്ടില്ല. റോഷൻ ചേട്ടനിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടർ റോഷൻ ചേട്ടന് സ്യൂട്ട് ആവും എന്ന് തോന്നിയ ആ ഒരു മൊമെന്റ് എന്തായിരുന്നു? കഥ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ വന്ന രൂപം ഒന്ന് റോഷൻ്റെയാണ്. കാര്യം ആദ്യം റോഷനോട് ഇതിനു മുമ്പ് ഞാൻ 2-3 പ്രൊജക്റ്റിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ടും നടന്നിട്ടില്ല. അപ്പോൾ ഈ കഥ കേട്ടപ്പോൾ എനിക്കെന്ന് വെച്ചാൽ ഒന്നാമത് ഈ 25-26 വയസ്സ് പ്രായമുള്ള ഒരു പ്രൊബേഷണറി SI ആയിട്ടുള്ള പോലീസുകാരനാണെങ്കിൽ പോലും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ കാര്യങ്ങളൊന്നും കൂടുതലൊന്നും അറിയാത്ത ഒരു പുതിയ ചെറുപ്പക്കാരനാണ്. അങ്ങനത്തെ ഒരാളാണ് ഈ കഥയ്ക്ക് വേണ്ടത്. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന രൂപം റോഷൻ്റെയാണ്. അപ്പോൾ റോഷൻ ഞാൻ ഈ മെസ്സേജ് അയച്ചു, ഈ പേപ്പറിൽ വന്ന കട്ടിങ്സ് ഉണ്ടല്ലോ ആ ഫീച്ചറിൻ്റെ, അത് അയച്ചു കൊടുത്ത് റോഷൻ അത് വായിച്ചിട്ട് പറഞ്ഞു, നന്നായിട്ട് ചേട്ടാ നമുക്കിത് പിടിച്ചാലോന്ന് ചോദിച്ചു. പിന്നെ ഞാൻ റോഷനെ പോയി കണ്ടു. ഈ അൻഷാദ് സാറിനെ കൂട്ടി റോഷൻ അടുത്ത് പോയി. അൻഷാദ് സാർ എന്നോട് പറഞ്ഞതുപോലെ ഫുൾ കഥ പുള്ളി റോഷനോട് നരേറ്റ് ചെയ്തു. അങ്ങനെയാണ് റോഷൻ ഈ കഥയിലേക്ക് വരുന്നത്. റോഷൻ ചേട്ടനോട് വന്നു, ചേട്ടൻ പറഞ്ഞതും ഈ കഥയിലെ ഇമോഷണൽ ഒരു എലമെന്റ് ഉണ്ട്, അതാണ് ചേട്ടനെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് എന്ന കാര്യമാണ് റോഷൻ ചേട്ടൻ സ്റ്റേറ്റ് ചെയ്തത്. ഇപ്പം അതുപോലെ ഈ കഥയിൽ ബൈജു ചേട്ടനുണ്ട്. ബൈജു ചേട്ടന് ഏത് സീൻ കൊടുത്താലും അത് പൊളിച്ചടുക്കുന്ന ഒരു തരത്തിലുള്ള സീനാണ് ആളെപ്പോഴും ചെയ്തു വെക്കുക. ഈ സിനിമയിൽ ഒരു ഇമോഷണൽ സൈഡ് ആയിരുന്നു ബൈജു ചേട്ടന്റെ. അതിനെ പറ്റി എന്താ പറയാനുള്ളത്? ബൈജുവിൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള, നമ്മളിതുവരെ കാണാത്തൊരു ബൈജുവിനെയാണ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റുക. കാര്യം ഏത് സിനിമ, ഏത് സീൻ കൊടുത്താലും ഏത് ഡയലോഗ് പറഞ്ഞാലും അതിനകത്തൊരു തഗ്ഗിനുള്ള ഒരു സ്പേസ് പുള്ളി കണ്ടെത്തും. അത് കണ്ടുപിടിക്കും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പക്ഷെ ഇതിനകത്ത് അങ്ങനത്തെ ഒരു തഗ്ഗിനുള്ള ഒരു സ്പേസ് ഇല്ല. പക്ഷെ എമോഷണലി പുള്ളി അത് ഭയങ്കര രസമായിട്ട് ചെയ്തു. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പോലും എനിക്കത് ഫ്രെയിമിൽ വരുമ്പോൾ അത്രയും നന്നായിട്ട് വരുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ പോലെ സിനിമയ്ക്ക് ഫ്രെയിമിന് പുറത്തുള്ള ബൈജു എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിട്ട് നമ്മളെല്ലാം കൊണ്ടു നടക്കുന്ന, ഭയങ്കര കൂളായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരാളാണ്. സിനിമയിലെ ഒരാൾ അങ്ങനെയല്ല. സിനിമയിലെ ആൾ കുറച്ചുകൂടി സീരിയസ് ആണ്. അപ്പോൾ അത് ബൈജു ചെയ്യുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ അത് വന്നിട്ടുണ്ടാവുമോ എന്ന് എനിക്കൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഫ്രെയിമിൽ കണ്ടപ്പോൾ ഗംഭീരമായിട്ടുണ്ട്. പുള്ളി ഇതുവരെ ചെയ്ത, അടുത്ത കാലത്ത് ചെയ്ത ഏറ്റവും നല്ല ക്യാരക്ടേഴ്സിൽ ഒന്നാണ്. ഗംഭീരമായ ക്യാരക്ടറാണ്. അതുപോലെ ഇപ്പം സാറ് കടന്നു വരുന്നത് ആരണ്യകം എന്ന് പറഞ്ഞ ഒരു മൂവിയിലൂടെയാണല്ലേ. എങ്ങനെയായിരുന്നു സിനിമാ ജേണിയിലേക്കുള്ള ആ ഒരു വരവ്? ഞാൻ പണ്ട് കഥകളൊക്കെ എഴുതുമായിരുന്നു. മറ്റേ സ്കൂൾ പഠിക്കുമ്പോൾ കഥകൾ എഴുതിയിട്ടുണ്ട്, പിന്നെ കോളേജ് മാഗസിന് വേണ്ടി എഴുതിയിട്ടുണ്ട്. അപ്പോൾ തിരക്കഥ എഴുതണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി. കുറേ സിനിമ കണ്ടപ്പോൾ തിരക്കഥ എഴുതാൻ പറ്റും, എന്നെ കൊണ്ട് പറ്റുമെന്നൊരു ഇത് തോന്നി. അപ്പോൾ തിരക്കഥ എഴുതുന്ന ഒരു ഫോർമാറ്റ് ഞാനൊരു തിരക്കഥ പുസ്തകത്തിൽ നിന്ന് വായിച്ച് പഠിച്ചിട്ട് അങ്ങനെ ഞാനൊരു കുറേ റേഡിയോ നാടകങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാടകങ്ങളുടെ ഫോർമാറ്റും തിരക്കഥയുടെ ഫോർമാറ്റും രണ്ടാണ്. അപ്പോൾ തിരക്കഥയുടെ ഫോർമാറ്റ് ഒന്ന് പഠിച്ചു. അതിനുശേഷം ഞാനൊരു തിരക്കഥ എഴുതി.
എന്നുവെച്ചാൽ കംപ്ലീറ്റ് ചെയ്തില്ല, ഒരു പകുതി എഴുതിയിട്ട് അതുകൊണ്ട് മദ്രാസിൽ ഡോക്ടർ ബാലകൃഷ്ണനെ കാണാൻ വേണ്ടി പോയി. അദ്ദേഹമാണ്, ഞാനത് മാഗസിനിൽ വായിച്ചിട്ടുണ്ടായിരുന്നു, അദ്ദേഹമാണ് സത്യന്തിക്കാട് ഹരിഹരൻ സാറിൻ്റെ സിനിമകൾ ആദ്യ പ്രൊഡ്യൂസർ അദ്ദേഹമാണ്. അങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ മദ്രാസിൽ പോയി അദ്ദേഹത്തെ കണ്ടു, സ്ക്രിപ്റ്റ് കൊടുത്തു, അദ്ദേഹം വായിച്ചു, കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കുറേ കാലം മദ്രാസിൽ താമസിച്ച് അത് കംപ്ലീറ്റ് ചെയ്ത് ഒക്കെ വായിച്ച ശേഷം പുള്ളി എന്നോട് പറഞ്ഞു, സ്ക്രിപ്റ്റ് അവിടെ ഇരിക്കട്ടെ, സ്ക്രിപ്റ്റ് നന്നായിട്ടുണ്ട്, നീ ഒരു കാര്യം ചെയ്യും, ഡയറക്ഷൻ പഠിക്കുന്നു. അങ്ങനെയാണ് പുള്ളി എന്നെ ഹരിഹരൻ സാറിന് പരിചയപ്പെടുന്നത്. അപ്പോൾ ഹരിഹരൻ സാറുമായിട്ട് പുള്ളി അത്രയും നല്ലൊരു ബന്ധമുള്ളതുകൊണ്ട് അദ്ദേഹം പറയുമ്പോൾ ഹരിഹരൻ സാറിന് മാറ്റി വയ്ക്കാൻ പറ്റുമായിരുന്നില്ല. അങ്ങനെ ഹരിഹരൻ സാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് ആരണ്യത്തിൽ ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പം അന്ന് ഇത്രയും ഡയറക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തപ്പം കിട്ടിയ ഒരു അഡ്വൈസ് ഇന്നും ഈ ഒരു ലൈഫിൽ കൊണ്ടുപോകുന്നുണ്ടോ? അത് ഉണ്ടെങ്കിൽ എന്തായിരിക്കും അത്? അങ്ങനെ അഡ്വൈസ് ഒന്നും ആരും തരാറൊന്നുമില്ല. സിനിമ നമ്മൾ കണ്ട് പഠിക്കുകയാണ്. സിനിമ എന്ന് വെച്ചാൽ നമ്മൾ അവരുടെ കൂടെ നിന്നിട്ട് സിനിമ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കണ്ടിട്ട് മനസ്സിലാക്കിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് നല്ലൊരു അക്കാഡമിയിലോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ പഠിപ്പിക്കുന്ന പോലെ ഓരോ ഷോട്ട് എടുക്കുമ്പോഴും ഇങ്ങനെയാണ് ഷോട്ട് ഡിവൈഡ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ഇവരെ കൊണ്ട് പെർഫോം ചെയ്യിക്കേണ്ടത്, ഇങ്ങനെയാണ് ട്രാക്ക് ഇടേണ്ടതെന്ന് അങ്ങനെ ആരും പഠിപ്പിക്കൊന്നുമില്ല. നമ്മൾ കണ്ട് പഠിക്കുന്നതാണ്. ഇപ്പോൾ ഓരോ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് നമുക്ക് പഠിക്കാൻ പറ്റിയ ഓരോരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു വലിയ ഭാഗ്യം എന്ന് പറയുന്നത് മലയാളത്തിലെ ലെജൻഡായിട്ട് ഡയറക്ടേഴ്സിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹരിഹരൻ സാറ്, വി ശശിയേട്ടൻ്റെ കൂടെ ഉണ്ട്, ഷാജി കലാസ്, രഞ്ജിത്ത്, ജോഷ് സാറ്, എല്ലാവരും കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഒരു വളരെ വലിയ ഒരു ഭാഗ്യമാണ്. അവരുടെ അടുത്ത് അങ്ങനെ പ്രത്യക്ഷമായിട്ട് ഉപദേശങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും അവരൊരു ആറ്റിറ്റ്യൂഡ്, അവരെന്നെ പരമാവധി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരുടെ കൂടെ നിൽക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആറാം തമ്പുരാൻ, നരസിംഹം, അതുപോലെ വലിയ വലിയ മൂവീസിന്റെ ഒക്കെ ഒരു പാർട്ടാവാൻ പറ്റി. അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടായിരുന്നു അല്ലേ അതിനകത്തൊക്കെ? എന്തായിരുന്നു ആ യുവ അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ ഒരു എക്സൈറ്റ്മെന്റ്? എന്തായിരുന്നു അന്ന് എക്സൈറ്റ്മെന്റ്? നമ്മൾ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇത്ര വലിയ വലിയ ആക്ടേഴ്സിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. പിന്നെ വലിയ ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുന്നതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. പക്ഷെ അന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ എക്സൈറ്റ്മെന്റ് ഒന്നും പ്രകടിപ്പിക്കാനുള്ള സമയമില്ല. കാര്യം നമ്മൾ ഫുൾ ടൈം ഡയറക്ടർ ആയിരിക്കുമ്പോൾ പിന്നെ നമുക്ക് കുറച്ച് റിലാക്സ് ചെയ്യാൻ പറ്റും. ഡയറക്ടർ ആകുമ്പോൾ മെന്റലി നമ്മൾ എപ്പോഴും സ്ട്രഗിൾ ഉണ്ടാവും, എങ്കിൽ പോലും ഫിസിക്കലി കുറച്ച് നമുക്ക് റിലാക്സേഷൻ കിട്ടും. പക്ഷെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറുടെ പണി അതല്ല. നമ്മൾ രാവിലെ 5 മണിക്ക് എണീറ്റാൽ അന്ന് രാത്രി ഷൂട്ട് കഴിഞ്ഞ് വീട്ടിൽ റൂമിലെത്തി കിടന്നാലും അപ്പോഴും നാളത്തെ ഷോട്ട്, നാളത്തെ സീന്, നാളത്തെ അതിൻ്റെ പ്ലാനിങ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങനെ റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്യാനുള്ള ഒരു സമയമില്ല. അതുകൊണ്ട് എക്സൈറ്റ്മെന്റ് എന്നതിനെ പറ്റി പറയാൻ പറ്റില്ല. അപ്പം അതിനുശേഷം ദേവാസുരത്തിന്റെ 2ാം ഭാഗമായിട്ട് രാവണപ്രഭുവായിട്ട് രഞ്ജിത്ത് സാറിന്റെ ഒപ്പം ആ എക്സ്പീരിയൻസ് എന്തായിരുന്നു? രഞ്ജിത്ത് എൻ്റെ എൻ്റെ ഒരു കൂട്ടുകാരനാണെന്നോ എൻ്റെ സഹോദരനാണെന്നോ എൻ്റെ വെൽവിഷാണെന്നോ എന്ത് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരാളാണ് രഞ്ജിത്ത്. ഞാൻ ഷാജി കലാസിൻ്റെ അടുത്ത് ജോയിൻ ചെയ്തതിന് ശേഷം, അതിന് മുമ്പ് രഞ്ജി വഴിക്കാണ് ഞാൻ ഷാജി കലാസിൻ്റെ അടുത്ത് വരുന്നത്. അതിനുശേഷം അവർ രണ്ടുപേരും കൂടി ചേർന്നുള്ള കുറച്ച് സിനിമകളിൽ വർക്ക് ചെയ്തു. അതിനുശേഷം രഞ്ജിത്ത് ഒരു സ്വതന്ത്ര സംവിധായകനാവാൻ തീരുമാനിച്ചപ്പോൾ എന്നോടാണ് ആദ്യം പറഞ്ഞതെന്നാണ് എൻ്റെ വിശ്വാസം. എന്നോട് ചോദിച്ചു, ഞാനൊരു പടം ഡയറക്റ്റ് ചെയ്താലോ? ഞങ്ങൾ ഈ വല്യേട്ടൻ എന്ന സിനിമയുടെ ഒരു സോങ് രഞ്ജിത്ത് ഷൂട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. അന്ന് രാത്രിയിലാണെന്ന് എൻ്റെ ഓർമ്മ. അന്നാണ് ആദ്യമായിട്ട് എന്നോട് ചോദിക്കുന്നത്, ഞാനൊരു സിനിമ ഡയറക്റ്റ് ചെയ്താലോ എന്ന്. ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ചോദിച്ചു, നീ എൻ്റെ കൂടെ നിൽക്കുമെന്ന് ചോദിച്ചു. ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് രാവണപ്രഭു എന്ന സിനിമ അങ്ങനെ ഒരു ആലോചനയിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ രഞ്ജിയായിട്ട് അത്ര കാലത്തെ ബന്ധത്തിൻ്റെ പേരിൽ ഞാൻ രഞ്ജിയുടെ കൂടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തു. ദേവാസുരം വർക്ക് ചെയ്തതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന രീതിയിൽ അതൊരു എക്സൈറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കാര്യം ആ ദേവാസുരം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ മറക്കാൻ പറ്റാത്ത കുറേ അനുഭവങ്ങളുടെ ഒരു സിനിമയാണ്. സിനിമ മലയാളത്തിലെ ഒരു ട്രെൻഡ് സെറ്ററാണ്. മലയാള സിനിമയിൽ തന്നെ വളരെ ഒരു മലയാള സിനിമയുടെ ചരിത്രം എടുത്താൽ ഏറ്റവും എടുത്തു പറയാവുന്ന ഒരു സിനിമകളിലൊന്നാണ് ദേവാസുരം. ക്ലാസിക് മൂവി. അതെ, കൾട്ട് ക്ലാസിക് മൂവിയാണ്. ആ മൂവിയുടെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. പിന്നെ രഞ്ജിത്തിന്റെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. പിന്നെ മോഹൻലാൽ ഡബിൾ റോളിൽ അഭിനയിക്കുന്നു എന്ന് പറയുന്ന എക്സൈറ്റ്മെന്റ് ഉണ്ട്. അങ്ങനെ വളരെയധികം നല്ല മികച്ച മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങളുടെ ഒരു സിനിമയാണ് രാവണപ്രഭു. സർ, ഇത്രയും അസിസ്റ്റ് ചെയ്ത സിനിമയ്ക്ക് ശേഷം ഒരുപാട് നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് സാർ സ്വന്തമായിട്ട് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്, അമ്മ കിളിക്കൂട്. എന്തുകൊണ്ട് അപ്പം അത്രയും ഇയർ ഒരു ഗ്യാപ്പ് സാർ എടുക്കാനുള്ള ഒരു റീസൺ? ഗ്യാപ്പ് എടുത്തതല്ല, അങ്ങനെ നമ്മളിങ്ങനെ വർക്ക് ചെയ്ത് അതിൻ്റെ പുറകെ പോകുമ്പോൾ അങ്ങനെ പോയി പോകുന്നതാണ്. ഒരു പടം കഴിയുമ്പോൾ അടുത്ത സിനിമ ഉണ്ടാവും, അടുത്ത സിനിമ എല്ലാം നമുക്ക് പരിചയമുള്ള സെറ്റപ്പിലാണ് ഞാൻ വർക്ക് ചെയ്തതെല്ലാം. ഒന്ന് ഷാജി കലാസായാലും രഞ്ജിത്തായാലും എല്ലാം നമ്മളുടെ കൂടെയുള്ള നമുക്ക് ഏറ്റവും അടുത്ത് പരിചയമുള്ള ഒരു സർക്കിളാണ്. അവിടെ ഒരു സിനിമ കഴിയുമ്പോൾ അടുത്ത സിനിമ തുടങ്ങും, നമ്മളതിൻ്റെ പുറകെ പോകും. അപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കാനുള്ള സമയം ഉണ്ടായിട്ടില്ല. പിന്നെ ഈ രഞ്ജിത്ത് രാവണപ്രഭു സംവിധാനം ചെയ്തതിന് ശേഷമാണ് എന്നോട് പറയുന്നത്, നിനക്കൊരു സിനിമ ചെയ്യണമല്ലോ, അപ്പോൾ അത് ഇത്തരം സിനിമ ആയിരിക്കണം എന്ന് നമ്മൾ തമ്മിൽ സംസാരിച്ചു. അങ്ങനെ സംസാരിച്ച് നന്ദനം കഴിഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞു, നമുക്കൊരു ആക്ഷൻ സിനിമ, കുറച്ച് ഫസ്റ്റ് സിനിമ ആകുമ്പോൾ ഒരു ആക്ഷൻ സിനിമ ചെയ്യാമെന്നൊക്കെ തീരുമാനിച്ചു. അങ്ങനെ കുറേ ആലോചനയൊക്കെ നടന്നു. പിന്നീട് എന്നോട് പറഞ്ഞു, അങ്ങനെയല്ല, നമുക്കൊരു പുതിയ ഡയറക്ടർ സിനിമയ്ക്ക് വരുമ്പോൾ
പുതിയതായിട്ട് എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരാൻ പറ്റണം, അല്ലെങ്കിൽ ഒരു നല്ല മെസ്സേജ് സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റണം, അല്ലെങ്കിൽ പിന്നെ ഒരു പുതിയ ഡയറക്ടർ വരുന്നതിൽ കാര്യമില്ല. അങ്ങനെയാണ് നമ്മൾ പല സബ്ജക്റ്റുകൾ ആലോചിച്ചിട്ട് അമ്മക്കളിക്കൂട് എന്ന വിഷയത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ രഞ്ജിത്തിൻ്റെ ഒരു പ്രഷർ കൊണ്ടാണ് അപ്പോൾ പോലും ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറായത്. ഇല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ഈ ഓളത്തിൽ അങ്ങനെ പോകുമായിരുന്നു. ശരി, ഉയിരിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ ഉയിര് ഏറ്റവും മനോഹരമായ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറഞ്ഞാൽ ഷൂട്ടിനിടയിൽ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ്? ഒട്ടേറെ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് ഒന്ന് നമ്മൾ ആ കിണറ്റിനകത്ത് നിന്ന് ബോഡി എടുക്കുന്ന സീക്വൻസ് ഉണ്ട്, അത് ഷൂട്ട് ചെയ്യുന്ന ഒരു വലിയ ചാലഞ്ചായിരുന്നു. ഞാൻ ചോദിക്കാൻ വരുന്നത് എന്താണ് ഒരു റിസ്ക് ഷോട്ട് അതാണോ? അത് റിസ്ക് അല്ല, ഷോട്ടിൽ റിസ്ക് അല്ല, പക്ഷെ അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ റിസ്ക് ആയിരുന്നു. സാധാരണ നമ്മളൊരു കിണറിന് അത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ആംഗിൾ കിട്ടില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് ആ ഷോട്ടുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വലിയ പാടാണ്. പിന്നെ നമ്മൾ സെറ്റിട്ടാണ് ഷൂട്ട് ചെയ്തത്. പക്ഷേ സിനിമ കണ്ടാൽ ഒരിക്കലും ഒരു സെറ്റാണെന്ന് പറയില്ല. പക്ഷെ അങ്ങനെ പറയാൻ പറ്റാത്ത രീതിയിൽ അത്രയും മനോഹരമായിട്ട് സെറ്റിട്ട സാബുറാം എന്ന് പറയുന്ന ആ ഡയറക്ടറോട് ഞാൻ വലിയൊരു താങ്ക്സ് പറയണം. പിന്നെ അത് ഷൂട്ട് ചെയ്ത അജയനോട് താങ്ക്സ് പറയണം. ഈ രണ്ടുപേരും ഇല്ലായിരുന്നെങ്കിൽ അത്രയും നന്നായിട്ട് എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അതൊരു വലിയ ചാലഞ്ചിങ് ആയിരുന്നു. പിന്നെ ഏറ്റവും നല്ല അനുഭവം എന്ന് പറയുന്നത് നമ്മൾ ബോംബെയിൽ ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങളതിനകത്ത് ട്രെയിനിനകത്ത് റോഷനായിട്ട് കുറേ സാധനങ്ങൾ ഷൂട്ട് ചെയ്തു. അതായത് റോഷൻ്റെ ദിക്കറിയാത്തവരെന്ന് സോങ്ങിൽ കുട്ടികളെ അന്വേഷിച്ച് പോകുന്ന യാത്രയുണ്ട് സിനിമയ്ക്കകത്ത്. ആ യാത്ര മുഴുവൻ ആ ട്രെയിനിനകത്ത് ഷൂട്ട് ചെയ്തതാണ്. അത് ഞങ്ങൾ ബോംബെയിൽ നിന്ന് ഗോവ വരെയുള്ള പല ട്രെയിനുകളിൽ കയറിയിട്ട് ഒരു ട്രെയിൻ സീക്വൻസ് ഒക്കെ ട്രെയിനിൽ ഷൂട്ട് ചെയ്തതാണ്. ട്രെയിൻ നമ്മൾ കുറേ ട്രെയിൻ നമ്മൾ സ്വന്തമായി ട്രെയിൻ വാടകയ്ക്ക് എടുത്തിട്ട് കുറേ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ തന്നെ ഒരു ദിവസം ഞങ്ങൾ മുഴുവൻ മുംബൈയിൽ നിന്ന് ഒരു ട്രെയിനിൽ കയറിയിട്ട് അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങും, പോകുന്ന യാത്രയിൽ വഴിയിൽ ട്രെയിനകത്ത് ഷൂട്ട് ചെയ്യും. ആ സ്റ്റേഷനിൽ ഇറങ്ങി ആ സ്റ്റേഷനിൽ റോഷൻ വെച്ച് കുറേ സാധനങ്ങൾ ഷൂട്ട് ചെയ്യും റാൻഡമായിട്ട്, അതായത് പെർമിഷനൊന്നും ഇല്ലാത്ത ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് അടുത്ത ട്രെയിൻ അടുത്ത സ്റ്റേഷനിൽ അതെ അങ്ങനെ നമ്മൾ ഗോവ വരെ പോയി. ഗോവയിൽ നിന്ന് തിരിച്ചിങ്ങോട്ടും ട്രാവൽ ചെയ്തു. എൻ്റെ ഇടയ്ക്ക് ഒരു തവണ റെയിൽവേ പോലീസ് ഞങ്ങളെ പിടിച്ചു വഴി ഓടി അവിടെ കൊണ്ടുപോയി കുറച്ച് പേര് ഇരുത്തി സംസാരിച്ച് ഞങ്ങളുടെ ഇതൊക്കെ നോക്കി, ആ കാർഡൊക്കെ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ കാർഡ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതിനിടയ്ക്ക് കാർഡ് മാറ്റി, ഷൂട്ട് ചെയ്ത കാർഡ് മാറ്റിയിട്ട് എം ടി കാർഡ് എടുത്ത് വെച്ചു. അപ്പോൾ അവർ പോയി ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഒന്നുമില്ല, എം ടി ആണ്. ഞങ്ങൾ പറഞ്ഞ ഒരു ഷൂട്ട് മറ്റേ ഒരു പരസ്യത്തിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് വെറുതെ ലൊക്കേഷൻ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ കാണാൻ വേണ്ടി നോക്കി വെച്ചെന്നുള്ളൂ, ഷൂട്ട് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. ശരി, ഒരു വാണിംഗ് തന്ന് വിട്ടയച്ചു. അങ്ങനെ കുറെ നല്ല രസമുള്ള ഓർമ്മകൾ. ഡിഫിക്കൽട്ട് ആയിരുന്നു, അതായത് ഇത്രയും വലിയ ക്രൂവിനിങ് കൊണ്ടായിരുന്നില്ലേ ഈ സ്ഥലങ്ങളൊക്കെ പോകുന്നത്? അല്ല, ഈ ട്രെയിൻ ഷോട്ടൊക്കെ അത്ര വലിയ ക്രൂ ഇല്ല. അപ്പം ഞങ്ങളൊരു 4-5 പേരും ചെറിയൊരു ക്യാമറമാൻ ഉണ്ട്, ഞങ്ങൾ 2-3 ADs ഉണ്ട്, റോഷൻ ഉണ്ട്, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഒരു രസമുള്ള അനുഭവമായിരുന്നു. ഓക്കെ, അപ്പം ഉയിരില് ഏറ്റവും റിസ്ക് ഷോട്ട് എന്തായിരുന്നു? റിസ്ക് ഷോട്ട് എന്ന് പറയുന്നത് എൻ്റെ ക്ലൈമാക്സ് ഷോട്ടായിരുന്നു. ക്ലൈമാക്സ് എന്ന് വെച്ചാൽ കുട്ടികളെ റോഷൻ തിരിച്ചറിയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഈ നമ്മുടെ കുട്ടികളെന്ന് പറയുന്ന സാധനം. ആ ഷോട്ട് വർക്കായെങ്കിൽ സിനിമ വർക്കായുള്ളൂ. ശരിയാണ്. അപ്പം അത് എങ്ങനെ ഷൂട്ട് ചെയ്യണമെന്നല്ല, ഷൂട്ട് ചെയ്യുന്ന റിസ്ക് എന്ന് വെച്ചാൽ ഷൂട്ട് ചെയ്യുന്നത് എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ റിസ്ക് അല്ല, പക്ഷെ അത് ഏത് ഷോട്ട് എടുത്താലാണ് അത് ആളുകളുടെ ഉള്ളിലേക്ക് എത്രയും ആഴത്തിൽ അത് കയറുക എന്നറിയാനുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്ങനെ എടുക്കണം എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊരു വലിയ ഭാഗ്യമാണ്. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും നേരത്തെ പ്ലാൻ ചെയ്ത് ആലോചിച്ച് പോയിട്ടല്ല ഷൂട്ട് ചെയ്യുന്നത്. അവിടെ ലൊക്കേഷൻ പോകുമ്പോൾ നമുക്ക് അപ്പം തോന്നുന്ന ഷോട്ടുകളാണ് ഷൂട്ട് ചെയ്യുന്നത്. അത് ഇത്ര നന്നായി ഷൂട്ട് ചെയ്യാൻ പറ്റിയത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, റോഷനാണ് അഭിനയിച്ചത്. റോഷൻ്റെ റിയാക്ഷൻസ് ഒക്കെ വളരെ മനോഹരമായിരുന്നു, അതൊന്ന്. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ മിത്ര പോൾ, അവളുടെ അവളും ആര്യനും രണ്ടുപേരും നല്ല ഗംഭീരമായിട്ട് ആ സീക്വൻസുകൾ ചെയ്തു. ഈ സിനിമയിൽ നേരത്തെ പറഞ്ഞ പോലെ പ്ലാൻ ചെയ്യാണ്ട് അവിടെ പോയി എടുത്ത് അങ്ങനത്തെ ഒരു ഷോട്ട് ഉണ്ടോ ഈ സിനിമയില്? ഇല്ല, എല്ലാ ഷോട്ടും അങ്ങനെ എടുക്കുന്നതാണ്, പ്ലാൻ ചെയ്തിട്ട് എടുക്കുന്നതല്ല. ലൊക്കേഷൻ പോയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. നേരത്തെ ഒരു വേഗമായിട്ടൊരു ഐഡിയ ഉണ്ടാവും നമ്മുടെ മനസ്സിലൊരു, ഓരോ ഷോട്ട് ബൈ ഷോട്ട് ഉണ്ടാവില്ല, റഫായിട്ടൊരു ഐഡിയ മനസ്സിലുണ്ടാവും. പക്ഷേ ലൊക്കേഷൻ ചെന്നിട്ട് ഷൂട്ടിന് തൊട്ടുമുമ്പാണ് ഏതൊക്കെ ഷോട്ടുകളായിരിക്കും തീരുമാനിക്കുന്നത്. ഏറ്റവും കൂടുതൽ റീടേക്ക് പോയ ഒരു ഷൂട്ട്, ഒരു സീൻ എന്ന് പറയുകയാണെങ്കിൽ? ഒരുപാട് റീടേക്സ് ഒന്നും അങ്ങനെ അതിനകത്ത് പോയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. എല്ലാവരും കാര്യം അതിനകത്ത് അഭിനയിച്ച എല്ലാവരും നല്ല ഒന്നാന്തരം ടാലൻസ് ആയിരുന്നു. എല്ലാവരും, റോഷൻ മാത്രമല്ല, റോഷനായാലും ബൈചേട്ടനായാലും വിനോദ് സാഗർ ആയാലും ശ്രുതി ആയാലും ഹരീഷ് ആയാലും എല്ലാവരും വളരെ രസകരമായിട്ട് അഭിനയിച്ച സിനിമയായിരുന്നു. അതുകൊണ്ട് റീടേക്സ് അങ്ങനെ വേണ്ടി വന്നിട്ടില്ല. റൈറ്റർ ഡയറക്ടർ ഒരു ബന്ധം, അത് ഈ സിനിമ എത്രത്തോളം ഹെൽപ്പ് ചെയ്തു? തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാര്യം ഇങ്ങനത്തെ ഒരു കഥ, ഒരു റിയൽ സംഭവം സിനിമയാക്കുമ്പോൾ നമുക്ക് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. അപ്പോൾ അത് നമ്മുടെ റിയാലിറ്റിയുടെ അംശം ചോർന്നു പോകാനും പാടില്ല. അതേസമയം കുറച്ച് സിനിമയുടേതായിട്ട് ഡ്രാമ അതിനകത്ത് വേണം താനും. അപ്പോൾ അത് എങ്ങനെ കണക്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിന് ഷാജി മാറാടിൻ്റെയും നിഖിലിൻ്റെയും സ്ക്രിപ്റ്റ് എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഇത്രയും നമ്മൾ ഈ ആക്ച്വലി ഷൂട്ടിന് പോകുന്നതിന് ഒരു 7-8 മാസങ്ങൾ ഞങ്ങൾ ഇരുന്നിട്ടാണ് ഈ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയെടുത്തത്. ടൈം എടുത്ത് എഴുതി ഉണ്ടാക്കിയ. അതെ.
ഇപ്പം രാജുവേട്ടന്റെ ഒരു പ്രസ് മീറ്റിൽ ഞാൻ പറയുന്നത് കേട്ടു, ഇപ്പം ഒരു മൂവി റിലീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് വർഗം മൂവി ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് രാജുവേട്ടൻ ഒന്ന് പറയുന്നതായിട്ട് കേട്ടു. അപ്പം സാറിന് എന്താ തോന്നുന്നത്, ഇപ്പം അത് റിലീസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത്? അത് റിലീസ് ചെയ്താൽ ആളുകൾ ചിലപ്പോൾ ഏറ്റെടുക്കുമായിരിക്കാം. പക്ഷെ എനിക്ക് അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ചെയ്യണം. അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആലോചിച്ച് തീരുമാനിച്ചൊരു കാര്യമാണ്. കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് നടന്നിട്ടില്ല ഇതുവരെ, പക്ഷെ അത് നടക്കും, നടക്കും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഞാൻ തന്നെ ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട്, വർഗത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത് ഞാനാണ്. അപ്പം ഞാൻ തന്നെ ഒരു സ്ക്രിപ്റ്റ് എഴുതി ഇത് ചെയ്യണമെന്ന് രാജുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ, അത് തീർച്ചയായിട്ടും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. സാറിന് ഇപ്പം ഒരു മൂവി റിലീസ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഏത് മൂവി ആയിരിക്കും സാർ ചെയ്തത് തന്നെ? എൻ്റെ മൂവി റിലീസ് ചെയ്യാൻ എനിക്ക് വാസ്തവം എന്ന സിനിമയായിരിക്കും. വാസ്തവമായിരിക്കും. രാജുവേട്ടന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമയാണ്. പിന്നെ അത് അന്ന് തിയേറ്ററിൽ അങ്ങനെ ഒരുപാട് തിയേറ്ററുകളിൽ ആഘോഷിച്ച ഒരു സിനിമയല്ല. തിയേറ്ററിൽ വളരെ കുറച്ച് ആളുകളെ അന്ന് കണ്ടിട്ടുള്ളൂ. പക്ഷെ അത് പിന്നീട് ടി വിയിൽ വന്നിട്ടാണ് ഒരുപാട് ആളുകൾ കണ്ടതും ആ സിനിമയ്ക്ക് ഇത്രയും അപ്രിസിയേഷൻ കിട്ടിയതൊക്കെ ടി വിയിലും വീഡിയോയിലൊക്കെ ആൾക്കാർ കണ്ടിട്ടാണ്, തിയേറ്ററിൽ കണ്ടിട്ടല്ല. അപ്പോൾ തിയേറ്ററിൽ അത് ഒന്നുകൂടെ കണ്ടാൽ ആളുകൾക്ക് കുറച്ചുകൂടെ ആളുകൾക്ക് അതിനോട് ഒരു താല്പര്യം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ആ മൂവി ഷൂട്ട് ചെയ്യുമ്പോഴുള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു? അത് ഈ പറഞ്ഞ പോലെ അന്നത്തെ നല്ല എക്സ്പീരിയൻസ് ആണ്. കാര്യം രാജുവിനുമായിട്ട് ഞാൻ ചെയ്യുന്ന മൂന്നാമത്തെ സിനിമയാണ്. മൂന്ന് ജോണറായിരുന്നു. ആദ്യം അമ്മക്കിളിക്കൂട് ജോണറായിരുന്നു. അത് അമ്മക്കിളിക്കൂട് പോലെ അല്ല വർഗത്തിൽ നിന്നും നേരെ വ്യത്യസ്തമായിട്ടുള്ളതാണ് വാസ്തവം. ഈ 3 ക്യാരക്ടേഴ്സും വളരെ രസകരമായിട്ട്, 1 ബന്ധമില്ലാത്ത 3 ക്യാരക്ടേഴ്സും അത്രയും രസകരമായിട്ടാണ് രാജു പ്രസൻറ്റ് ചെയ്തത്. ആ രീതിയിൽ ആ സിനിമ വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയാവുന്ന ആദ്യത്തെ സിനിമ വാസ്തവമാണ്. ഓക്കെ. അതുപോലെ 2010 ലാലേട്ടനെ വെച്ചിട്ട് ഒരു മൂവി ചെയ്യാണ്, ഒരു സസ്പെൻസ് ത്രില്ലർ ചെയ്യാണ്. അപ്പൊ എങ്ങനെയാണ് ആ ഒരു തോട്ട് വന്നത്? അത് ആ സ്ക്രിപ്റ്റ് എൻ്റെ അടുത്തില്ല. അങ്ങനെ ഒരു സസ്പെൻസ് മൂവി ചെയ്യണം, ലാലേട്ടനെ വെച്ച് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ചെയ്തതല്ല. അപ്പം എൻ്റെ അടുത്ത് വന്ന സ്ക്രിപ്റ്റ് സുരേഷ് ബാബുവിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഞാൻ കേട്ടപ്പോൾ ഇതാണ് സ്ക്രിപ്റ്റ്. ഇങ്ങനത്തെ ഒരു സസ്പെൻസ് ഉള്ള ത്രില്ലുള്ള ഒരു അച്ഛനും മോളും തമ്മിലുള്ള ബന്ധം പറയുന്ന, ഈ പഴയ റിവെഞ്ച്, മരിച്ചുപോയ ഒരു നക്സലൈറ്റ് നേതാവിൻ്റെ മോൻ അയാളുടെ റിവെഞ്ചിന് വേണ്ടി കേരളത്തിൽ വന്ന് താമസിക്കുന്ന കഥ പറഞ്ഞത്, അങ്ങനത്തെ ഒരു കഥയാണ്. അപ്പോൾ എനിക്ക് തോന്നിയത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റിവെഞ്ച് സ്റ്റോറിയാണത്. അപ്പോൾ ലാലേട്ടനെ വെച്ച് അങ്ങനത്തെ സിനിമ ചെയ്യാൻ പറ്റിയാൽ അത് വലിയൊരു കാര്യമാണ്. അത് ആ സമയത്ത് ഞാൻ ലാലേട്ടനായിട്ടൊരു സിനിമ ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ട് സ്ക്രിപ്റ്റ് അന്വേഷിക്കുന്ന സമയമായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ സ്ക്രിപ്റ്റ് കേൾക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നി അത് തീർച്ചയായിട്ടും ഇപ്പോൾ ചെയ്യേണ്ട ഒരു സിനിമയാണെന്ന് തോന്നി. അങ്ങനെയാണ് അതിലേക്ക് വരുന്നത്. ഇതിനെപ്പറ്റിയൊക്കെ പറയുമ്പം ജോസഫ് മൂവി അല്ലേ, സാറിന് എന്ത് മാറ്റമാണ് ജോസഫ് മൂവി ഉണ്ടാക്കിയത്, കരിയറിൽ ഒരു ചേഞ്ച് വരുത്താൻ? ജോസഫ് ഈ പറഞ്ഞ പോലെ എൻ്റെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ജോസഫ് എന്ന് പറയുന്നത് അതുവരെയുള്ള എൻ്റെ സിനിമകളുടെ ഒരു പാറ്റേൺ നിന്ന് മാറിയിട്ടുള്ള, ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടെങ്കിൽ പോലും ഇൻവെസ്റ്റിഗേഷനേക്കാൾ കൂടുതലായിട്ട് അതിനകത്ത് കുറേ എമോഷണൽ കണ്ടൻസ് ഉണ്ട്. പിന്നെ ജോജി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ കോൺട്രിബ്യൂഷനും അയാളുടെ ഏറ്റവും നല്ല പെർഫോമൻസും ജോജുചേട്ടന്റെ കരിയർ ചേഞ്ച് ആവുന്ന ഒരു മൂവി അത് തന്നെയായിരുന്നു. കരിയർ ബെസ്റ്റ് മൂവി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. അതെ, തീർച്ചയായിട്ടും ജോജുവിന്റെ പെർഫോമൻസും, ജോജു ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ആ സിനിമയ്ക്കകത്ത്. ജോജുവിന്റെ ഒരു ഡെഡിക്കേഷൻ ആ സിനിമയ്ക്കകത്ത് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ രീതിയിലും എല്ലാ രീതിയിലും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിച്ചൊരു സിനിമയാണ് ജോസഫ്. ഒരു ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കല്ല, ഞാൻ ചോദിക്കുകയാണ്. ഇപ്പം ആ സിനിമയുടെ ഫസ്റ്റ് ഒരു ക്രൈം സോൾവ് ചെയ്തിട്ട് ജോജു ഇങ്ങനെ സർ നടന്നിങ്ങനെ വരുന്ന സമയത്ത് സ്റ്റാൻഡ് തട്ടിയിട്ട് ഒന്ന് പോകുന്ന സീനുണ്ട്. അപ്പൊ അതിൽ കുറെ പേര് പറയുന്നുണ്ടായി അത് ഡയറക്ടർ ബ്രില്യൻസ് ആണ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായി. അത് ഇമോഷണൽ ഡെപ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തതാണ്. അത് ശരിയാണോ? അല്ല, അത് ആക്ച്വലി അവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെ സംഭവിച്ചതാണ്. പക്ഷെ പിന്നെ നമുക്ക് തോന്നി ചിലപ്പോൾ നമ്മളത് കട്ട് ചെയ്തിട്ട് വേണ്ട ഒന്നുകൂടെ എടുക്കാമെന്ന് വിചാരിക്കും. പക്ഷെ അത് കറക്റ്റായിരുന്നു. എനിക്ക് ആ ഇമോഷണലി അത് കണക്റ്റഡ് ആവുന്നുണ്ടെന്ന് തോന്നി. അപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അത് എല്ലാവർക്കും കണക്ട് ആയി എന്നുള്ളതാണ്. അതുകൊണ്ട് ആ സീൻ അങ്ങനെ തന്നെ വെച്ചു. ഓക്കെ. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ജോസഫ് മൂവിയിലെ പാട്ടുകൾ, ഓരോ പാട്ടും അത്രത്തോളം മലയാളി പ്രേക്ഷകരെ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പൂമുത്തോളെ ആയാലും, ഓരോ കരിനീല കണ്ണുള്ള പെണ്ണ്, പാടവരമ്പത്തിലൂടെ, അങ്ങനെ എല്ലാ മൂവീസും, എല്ലാ സോങ്സും. അപ്പം രഞ്ജിൻ സാർ ആയിരുന്നു അതിന്റെ മ്യൂസിക് ഡയറക്ടർ. എങ്ങനെയാണ് മ്യൂസിക് ഡയറക്ടറും സാറും തമ്മിലുള്ള ഒരു കണക്ഷൻ എങ്ങനെയായിരുന്നു? എത്രത്തോളം അത് പാട്ടിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? തീർച്ചയായിട്ടും ഉണ്ടാവണമല്ലോ. ഒരു മ്യൂസിക് ഡയറക്ടർ നമ്മൾ തമ്മിൽ ഒരു നല്ല ബോണ്ടിങ് ഉണ്ടാകുമ്പോഴാണല്ലോ നല്ല പാട്ടുകൾ ഉണ്ടാകുന്നത്. കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സിറ്റുവേഷൻസ്, അതിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പ്, അതിൻ്റെ പെർഫോമൻസ്, ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് എല്ലാം നമ്മൾ എത്രത്തോളം ഫീഡ് ചെയ്യുന്നതനുസരിച്ചിട്ടായിരിക്കും അവരുടെ അടുത്ത് ഒരു പുതിയ സാധനം നമുക്ക് കിട്ടുക. രഞ്ജനായിട്ട് എനിക്കിങ്ങനെ പേഴ്സണലായിട്ട് നേരത്തെ പരിചയം ഉണ്ടായിരുന്നു. അങ്ങനെ രഞ്ജനെ ഈ സിനിമയ്ക്ക് രഞ്ജൻ പോലൊരു പുതിയൊരാളെ പ്രസൻറ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ ആലോചിച്ചു. അങ്ങനെയാണ് രഞ്ജനിലേക്ക് എത്തുന്നത്. പിന്നെ രഞ്ജൻ്റെ ആദ്യത്തെ സിനിമ ആയതുകൊണ്ടും രഞ്ജൻ്റെ അത്രയും രഞ്ജൻ ടാലൻറ്റഡ് ആയതുകൊണ്ടും അത്രയും നല്ല പാട്ടുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. അത് തീർച്ചയായും എൻ്റെ കഴിവുകളുണ്ട്. പിന്നെ വേറെ
വലിയൊരളവിൽ ജോജുവിൻ്റെ സപ്പോർട്ട് അതിനകത്തുണ്ട്. കാരണം ജോജു ഓരോ ദിവസവും ആ ഓരോ സീക്വൻസുകളെ പറ്റി സംസാരിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ആ സിനിമയിലെ സീക്വൻസുകൾ എങ്ങനെയാണ്, എന്ത് സീക്വൻസുകളാണ്, എന്ത് സീക്വൻസുകളായിരിക്കണം എന്നതിനെപ്പറ്റി ഞങ്ങളോടൊക്കെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അങ്ങനെ ആ പാട്ടുണ്ടാക്കുന്നതിൽ അതൊരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ജോജുവിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ വലിയൊരു പങ്കുണ്ട്. ഓക്കെ, അപ്പം ഉയിർ മൂവിയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അതിന്റെ ടൈറ്റിൽ എങ്ങനെയാണ് ഉയിർ എന്ന പേരിലോട്ട് വന്നത്? അതങ്ങനെ വന്നുപോയതാണ്. വെച്ചാൽ കുറേ പേരുകൾ നമ്മൾ ആലോചിച്ചു. ഇതൊന്നും ആയിരുന്നില്ല പേര്. നമ്മൾ പടം ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് ഒരു പേരായിരുന്നു, ഷൂട്ട് കഴിഞ്ഞിട്ട് എഡിച്ച സമയത്ത് ഒരു പേര് ആലോചിച്ചു, അതിനുശേഷം വേറൊരു പേര് ആലോചിച്ച് അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആ പേരിൽ കഴിഞ്ഞ വർഷം ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു, യൂട്യൂബിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു, മിസ്സിങ് എന്നായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മലയാളം കൺമാനില്ല അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. അത് നമ്മൾ ഡിസൈൻ ചെയ്തു. അതൊന്നും ആർക്കും തൃപ്തിയാവുന്നില്ല അങ്ങനെ ഒരു പേര്. പിന്നെ ആലോചിച്ച് ഒരു ദിവസം പെട്ടെന്ന് തോന്നിയൊരു പേരാണ് ഉയിർ, തോന്നിയൊരു പേരാണ്. അത് എത്രത്തോളം റെലവെന്റ് ആണ്? അത് കറക്റ്റാണ്. ആ സിനിമയ്ക്ക് ഇപ്പോൾ സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ആ പേരാണ് ഏറ്റവും പെർഫെക്റ്റ് എന്നുള്ളതാണ്. നമ്മൾ കാത്തിരുന്നത് ഈ ഉയിർ എന്ന പേരിന് വേണ്ടിയിട്ടാണെന്ന് നമുക്ക് തോന്നും വിധം ഏറ്റവും പെർഫെക്റ്റ് ആയിരുന്നു ആ പേര്. ഓക്കെ, അപ്പം ഇതില് മൂവിയിൽ ഏറ്റവും കണക്ട് ആയ ഒരു പാർട്ടുണ്ട്, എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു ഇമോഷണൽ സൈഡുണ്ട് കഥന്റെ അവസാനം. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അതാണ് ഏറ്റവും വലിയ സർപ്രൈസ് ആ സിനിമയിലെ. സിനിമയെന്ന് വെച്ചാൽ ആളുകൾ നമ്മൾ ആ സിനിമ പ്രൊമോട്ട് ചെയ്ത് മുഴുവൻ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി എന്ന നിലയ്ക്കാണ്. നമ്മൾ ഈ ഇമോഷണൽ കണ്ടന്റ് എന്താണെന്നോ ഒരു ഇമോഷണൽ ട്രാക്ക് അതിനകത്തുണ്ടെന്നോ നമ്മളെവിടെയും റിവീൽ ചെയ്തിട്ടില്ല. ഒരു സിനിമ കാണുമ്പോഴാണ് ആളുകൾ ഇങ്ങനത്തെ ഒരു ട്രാക്ക് അതിനകത്തുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അതൊരു സർപ്രൈസ് ആയിരുന്നു ഓഡിയൻസിനെ സംബന്ധിച്ച്. അത് വളരെയധികം വർക്കായി, പ്രത്യേകിച്ചും ഫാമിലിയുടെ ഇടയിൽ വളരെയധികം വർക്കായി. കാര്യം വെച്ചാൽ എല്ലാവർക്കും, കുട്ടികളിൽ എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. സ്വന്തം കുട്ടികൾ കൂടെ തന്നെ ഉണ്ടാവണം, വിട്ടുപോകരുതെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും കണക്ട് ചെയ്യുന്ന ഒരു സാധനം അതിനകത്തുണ്ടായിരുന്നു. അത് നമ്മൾ ആദ്യം സിനിമ പ്ലാൻ ചെയ്തപ്പോൾ സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ ഷൂട്ടിന് പോയപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ആ എമോഷൻ ഉണ്ടായിരുന്നു. ആ എമോഷൻ നമ്മുടെ മനസ്സിലുള്ള അതേ എമോഷൻ അതേപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമുക്ക് കഴിഞ്ഞതെന്ന് വെച്ചാൽ ഒന്ന് എൻ്റെ മിടുക്ക് മാത്രമല്ല, ഞാൻ എൻ്റെ ഷോർട്സ് മാത്രമല്ല, എൻ്റെ ഷോർട്സിൽ അഭിനയിച്ച ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോഷൻ, മിത്തു, ആര്യൻ, ബൈചേട്ടൻ എല്ലാം അഭിനയിച്ച എല്ലാവരും, പിന്നെ അജയൻ്റെ ക്യാമറ, എൻ്റെ സ്ക്രിപ്റ്റ്, ഇതെല്ലാം അതിനകത്ത് സഹായിച്ച അതിനുള്ള ഏറ്റവും നല്ല സംഭാവന നൽകിയ ഘടകങ്ങളാണ്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അഭിനയിച്ച 2 കുട്ടികൾ മിത്ര ആൻഡ് ആര്യൻ. ഇന്ന് നമുക്കിവിടെ മിത്ര കുട്ടി എത്തിയിട്ടുണ്ട്. അതാണ് ഇത്ര നേരം വെയിറ്റ് ചെയ്ത നിങ്ങൾക്കുള്ള സർപ്രൈസ്. ഇത് ഓടിവായോ. അപ്പൊ നമ്മുടെ സർപ്രൈസ് ഗസ്റ്റ് എത്തിയിട്ടുണ്ട്, മിത്ര കുട്ടി. മിത്തുവിന്റെ ഫസ്റ്റ് സിനിമയല്ലേ? എന്തായിരുന്നു മിത്തുവിന്റെ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു മിത്തുവിന്? കൊള്ളായിരുന്നു. കൊറേ ആൾക്കാരൊക്കെ ആയിട്ട് അഭിനയിക്കാൻ പറ്റി, റോഷൻ ചേട്ടൻ, ശ്രുതി, എല്ലാവരായിട്ടും. എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളായിരുന്നു. ഇല്ലോ വാടിച്ചിരിക്കുമല്ലോ. അവളെ ഡബ് ചെയ്ത്, അതാണ് എന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ അവളുടെ ഡയലോഗ്സ് ഒക്കെ അവളെ ഡബ് ചെയ്തു. ആണോ? പിന്നെ നീ ഡബ് ചെയ്തു? അത് മലയാളമല്ല, തമിഴ് അല്ലേ? തമിഴ് ഡബ് ചെയ്തോ? ആരെ പഠിപ്പിച്ചെന്ന്? ആ ഡയലോഗ് പറഞ്ഞ പശിക്കതപ്പ എന്ന് പറഞ്ഞ പശിക്കതപ്പ. അയ്യോ, നീ എന്നെ ഡബ് ചെയ്തു? എങ്ങനെയായിരുന്നു ഫസ്റ്റ് അഭിനയിക്കാനൊക്കെ പോയപ്പോ? ഞാൻ സീനൊക്കെ ചെയ്തപ്പോൾ അത് സീൻ ചെയ്ത സാധനങ്ങളൊക്കെ ഞാൻ ഡബിളിങ്ങും ചെയ്തു. എങ്ങനെയായിരുന്നു സെറ്റിലൊക്കെ? സിനിമ ആദ്യം ആട് കിട്ടിയായിരുന്നു. ഓക്കെ, ആട് കുത്തിയോ? നിന്നെ കുത്തിയോ? അയ്യോ, അവിടെ ആടുണ്ടായിരുന്നു. ആട് നമ്മുടെ സെറ്റിൽ പ്രോപ്പർട്ടിയുടെ ആടൊക്കെ ഉണ്ടായിരുന്നു ആ വീട്ടില്. അപ്പൊ ആടിന്റെ അടുത്ത് പോയിട്ട് ആടിനെ ചൊറിയാൻ പോയി. വാല് പിടിച്ച് വലിക്കുക, ചെവി പിടിച്ച് വലിക്കുക. കുറെ കഴിഞ്ഞപ്പോ അവിടെ തട്ടു കൊടുത്തു. ഇവളിനെ ആക്ട് ചെയ്യാൻ എങ്ങനെയായിരുന്നു സാർ? എങ്ങനെയാ അത് പറഞ്ഞു കൊടുത്തത്? ആക്ട് ചെയ്യേണ്ടതൊക്കെ ആക്ട് ചെയ്യാൻ അവൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ എന്താണെന്ന് പറഞ്ഞു കൊടുത്താൽ അവളങ്ങ് ചെയ്തോളൂ. നമ്മള് പിന്നെ റോഷനെ ബൈചേട്ടനൊക്കെ പിന്നെ ഓരോന്ന് പഠിപ്പിക്കേണ്ടി വരും. ഇവിടെ ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, അത്ര എളുപ്പമായിരുന്നു അല്ലേ? പറഞ്ഞാൽ അവൾ അങ്ങനെ ചെയ്തോളും, ഒന്നുമില്ല അല്ലേ? അത് ഇങ്ങനെ മാറ്റി ചെയ്തോട്ടൊന്നും ചോദിക്കത്തില്ല. മറ്റവരെ പോലെ അല്ല, ഈ ഡയലോഗ് ഇങ്ങനെ മാറ്റിക്കോട്ടെ അങ്ങനെ അത് ചോദിക്കത്തില്ല. മിത്രക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? മിത്ര പറയ്, എന്തായിരുന്നു അവിടെ? ആരൊക്കെ ഉണ്ടായിരുന്നു മിത്രയോടൊപ്പം? ശ്രുതിയമ്മ എന്നാണോ വിളിക്കാം? അങ്ങനെ വിളിക്കാൻ പറഞ്ഞതാ? നീ വിളിക്കുന്നതാ? വിളിക്കുന്നതാണ്. ആര്യൻ ചേട്ടൻ ഉണ്ടായിരുന്നു. ആര്യൻ ചേട്ടനായിട്ട് സംസാരിക്കാറുണ്ടോ? സംസാരിക്കാറുണ്ട്. ആര്യൻ പിന്നെ മലയാളം അറിഞ്ഞൂടാ, അവൻ കന്നഡ. കന്നഡയാണല്ലേ? ഓക്കെ. അത് പാടുണ്ടായിരുന്നോ? എങ്ങനെ അഭിനയിക്കാൻ? ഇല്ല, അവർക്ക് പിന്നെ ചെറിയ കൊച്ചു ഡയലോഗ്സ് അല്ലേ ഉള്ളൂ. ഡയലോഗ്സിനേക്കാൾ കൂടുതലായിട്ട് അവർക്ക്
എമോഷൻസ് ആണ്, അതെല്ലാം കറക്റ്റ് ആയിട്ട് നന്നായിട്ട് ചെയ്തു. അത് പറഞ്ഞു കൊടുത്തു ആ സീന്? അത് പറഞ്ഞു കൊടുക്കും. ദേവാന്നൊക്കെ പറയുന്നത് ആ സീന് പറഞ്ഞു കൊടുക്കുവായിരുന്നു. അതെ അതെ. ദേവാന്ന് ബോംബെയില് ദേവാന്ന് പറയും, റോഷനെങ്കിൽ പേര് പറയുമ്പോ ദേവ, ഞാൻ മീനു എന്ന് പറയും, ചേട്ടൻ ദേവാന്ന് പറയും. ആ നമ്മുടെ മീനുകുട്ടിയാണ്, ഉയിരിലെ മീനു ആണ് അല്ലേ. എവിടേക്കൊക്കെ പോയി ഷൂട്ടിന് വേണ്ടിട്ട്? മുംബൈ പോയോ? ആരൊക്കെയാ പോയത്? ഞാനും ചേട്ടൻ. കൂർഗില് പോയില്ലേ? കൂർഗില് എവിടെ പോയി? കൂർഗില് കുറുകി പോയോ? വാ. തലശ്ശേരി പോയി. തണുപ്പൊക്കെ ഉണ്ടായിരുന്നോ? അമ്മി അച്ഛനൊക്കെ വന്നിട്ടുണ്ടായിരുന്നോ? അമ്മി അച്ഛനും ഉണ്ടായിരുന്നു. ഇത് മാത്രല്ലല്ലോ, ഇനിയും ഒരു സിനിമ വരാനിരിക്കണ്ടല്ലോ. എന്താ പറഞ്ഞു കൊടുക്കൂ, ക്യാമറയ്ക്ക് നോക്കി പറഞ്ഞു. വരവ്. വരവിലും അഭിനയിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അടുത്ത നമ്മുടെ വളർന്നു വരുന്ന ഒരു സ്റ്റാറാണ്. വരവിൽ ആരാ ഡബ് ചെയ്ത്? അത് ഞാൻ തന്നെയാണ്. ഇനി നിറയെ സിനിമകൾ ഇതുപോലെ വരും. ആരാണ് ഏറ്റവും ഇഷ്ടം സിനിമയില്? ശ്രുതിയമ്മനാണ് ഏറ്റവും ഇഷ്ടം. ഓ, വേറെ? ശ്രുതിയമ്മ കഴിഞ്ഞ മിത്രക്കുട്ടി എന്നെ കണ്ടതും ഞാനിങ്ങനെ ചോദിക്കണ്ടായി, ഈ മൂവിയിൽ അഭിനയിച്ച കുട്ടിയല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ആദ്യം എന്നത്തോന്ന് ചോദിച്ചത് കരഞ്ഞോ, മൂവി കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, കരഞ്ഞോ എന്ന് ചോദിക്കുക ചെയ്തത്. കരയിപ്പിച്ച് കളഞ്ഞു, എല്ലാവരെയും കരയിപ്പിച്ച് കളഞ്ഞു. കണ്ടിട്ട് എന്തായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ആയിട്ട് മിത്രക്കുട്ടിയുടെ മൂവി കാണുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? മൂവി കണ്ടോ പോയിട്ട്? ആരുടെ കണ്ടേ? അമ്മേന്റെ അച്ഛൻ്റെ അപ്പം. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു മിത്രക്കുട്ടിനെ എങ്ങനെ വലിയ സ്ക്രീനിലൊക്കെ കാണുമ്പോ? കൊള്ളായിരുന്നു. ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ് അമ്മയും അച്ഛനും അല്ലേ? അവരും എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോ ഇങ്ങനെ പറയണ്ടായി, ലൈക്ക് അവര് എന്തായാലും നമ്മുടെ കുട്ടികൾ അഭിനയിക്കുന്ന സമയത്ത് നമുക്ക് സങ്കടം വരും. അതിനേക്കാളും ബാക്കിയുള്ള തിയേറ്റർ റെസ്പോൺസ് എങ്ങനെയാണ് അത് വെച്ചിട്ട് ഇരിക്കുന്നത്. അപ്പൊ ബാക്കിയുള്ളവർ കണക്ട് ആയി എന്ന് പറഞ്ഞപ്പം അവരും അത്രയും പ്രൗഡ് ആയിരുന്നു, അവർ അത്രയും ഹാപ്പി ആയിരുന്നു അല്ലേ? അപ്പൊ ഇനിയും കൊറേ 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 സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ. ഏതെല്ലാം മിത്ര എത്രല്ല പഠിക്കുന്നത്? UKG. എവിടെയാ പഠിക്കുന്നത്? ഓക്കെ. എങ്ങനെയാണ് മിത്രക്കുട്ടിയിലേക്ക് എങ്ങനെ എത്തുന്നത്? നിങ്ങൾ ഇതുപോലെ കുറെ കുട്ടികളെ അന്വേഷിച്ചിരുന്നു. കാര്യം ഈ മീനു എന്ന് പറയുന്ന ക്യാരക്ടർ വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. ആ കുട്ടി കണക്ട് ആയാലേ കണക്ട് ആവുള്ളൂ. കുറെ കുട്ടികളെ കണ്ടു, നല്ല കുട്ടികളാണ്, നന്നായി പെർഫോം ചെയ്യുന്ന കുട്ടികളുണ്ട്. പക്ഷെ എൻ്റെ മനസ്സിലുള്ള ഒരു കറക്റ്റ് ഫിഗർ അതിനകത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ദിവസം ഷൂട്ടിൻ്റെ 2 ദിവസം മുമ്പോ 2 ദിവസം മുമ്പാണ് പെട്ടെന്ന് അവളെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അവളെ വന്ന് ഇരുന്നു, ജസ്റ്റ് ഇരുന്നിട്ട്, നമുക്ക് 4 വയസ്സല്ലേ ഉള്ളൂ, അവളെ അഭിനയിച്ച് കാണിക്കാൻ പറയാൻ പറ്റുമോ? ജസ്റ്റ് ഒന്ന് നോക്കാൻ പറഞ്ഞു, ഇങ്ങോട്ട് നോക്കൂ അങ്ങോട്ട് നോക്കൂ, ഇങ്ങനെ രണ്ടും ഒന്ന് ചിരിക്കുന്നതൊക്കെ പറഞ്ഞ 2-3 കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു. കറക്റ്റ് പെർഫെക്റ്റായിട്ട് ചെയ്തു. അത് ആ ഒറ്റ നോട്ടത്തിലാണ് നമ്മൾ തീരുമാനിച്ചത് ഇത് ചെയ്യേണ്ടത് മിത്രയാണ്. മിത്രയ്ക്ക് ഓർമ്മയുണ്ട് ആദ്യമായിട്ട് പോയത്? ഇതാരാ? പപ്പനങ്ങളുടെ അടുത്ത് ആദ്യമായിട്ട് പോയത് ഓർമ്മയുണ്ടോ? എന്താ ചെയ്യിപ്പിച്ചവിടെ പോയിട്ട്? ചിരിക്കാൻ പറഞ്ഞു, നോക്കാൻ പറഞ്ഞു. ഓർമ്മയില്ല, 2 വർഷമായില്ലേ, 1.5 വർഷമായി. ആണോ? ആ, കഴിഞ്ഞ ഏപ്രിലല്ല, കഴിഞ്ഞ മാർച്ചിലോ കുട്ടിയാണ് ഷൂട്ട് തുടങ്ങുന്നത്, കഴിഞ്ഞ വർഷം. ശരി, മിത്ര ഒരു പാട്ട് പാടിത്തരോ? ഒരു പാട്ട് പാടി കൊടുക്കോ? അയ്യോ, ആര് പഠിപ്പിച്ചു തന്നു? വിത്ത് ആക്ഷൻസ് താന്നൊക്കെ സ്കൂളിൽ പഠിപ്പിച്ച ഒരു റൈമും കൂടെ പാടിത്തരോ? Red, red apple, hanging on the tree. One for mommy, one for daddy, one for me. Red, red cherry, oh. മറന്നു. കുഴപ്പമില്ല, നന്നായി പാടി. അപ്പൊ മിത്രക്കുട്ടിക്കും ഇനിയും കുറേ സിനിമകൾ വരട്ടെ. നിറയെ സിനിമകളിൽ വലിയ വലിയ സീൻസ് ഒക്കെ ചെയ്യാൻ പറ്റട്ടെ. വലുതാവുമ്പോ ഒരു നടിയൊക്കെ ആയി കാണാം. കുറെ അവാർഡൊക്കെ വാങ്ങിക്കോട്ടെ, ചൈൽഡ് ആക്ട്രസ് ഒക്കെ ആയിട്ട്, അല്ലേ സാർ?
അതെ അതെ ഭയങ്കര ഭാവിയുള്ള ഒരു പിന്നെ തീർച്ചയായിട്ടും കുട്ടിയാണ്. അങ്ങനെ വലിയ വലിയ രീതിയിൽ ഉയർന്നു വരേണ്ട ഒരു താരമാണ്. ഭാവിയിലൊരു വലിയ താരമാണ് അല്ലേ? ഒന്നും അറിയാത്ത പ്രായത്തില് ആ സിനിമയിൽ അത്രയും ഒരു ആക്ടിങ്ങിന്റെ ഇമ്പാക്ട് ഉണ്ടാക്കി, അതെ അതെ ഇമോഷണൽ പിന്നെ ഇത്രയും പേരെ കരയിപ്പിച്ചു, ഇത്രയും പേരെ കണക്ട് ആക്കി എന്ന് പറയുമ്പോൾ അതെ, നമ്മുടെ ഈ പ്രായത്തിലുള്ള കുട്ടികളെ അഭിനയിപ്പിക്കാൻ പറ്റില്ല. ഒരു ബോൺ ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്ര അവളൊരു ബോൺ ടാലന്റഡ് ആണ്. അപ്പൊ അതൊക്കെ എവിടെ വേണമെങ്കിലും എത്തിച്ചേരാൻ പറ്റും തീർച്ചയായിട്ടും. വലിയ 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 സ്ഥാനത്ത് എത്താൻ പറ്റും കേട്ടാ. ഗുഡ് ഗേൾ ആയിരിക്കും. ഓക്കെ, അപ്പം അതാണ് നമ്മളുടെ വിശേഷം. ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട വേറെ പേരുണ്ട് കേട്ടോ. അതിന്റെ പ്രൊഡ്യൂസർ സന്തോഷ് ത്രിവിക്രമന്റെ പേര്. കാര്യം ഇത്രയും ഇത് റിയൽ സംഭവം കൂടെ ആയതുകൊണ്ട് അദ്ദേഹത്തിന് വളരെയധികം ക്യാച്ച് ചെയ്ത ഒരു സബ്ജക്റ്റ് ആയിരുന്നു. അദ്ദേഹം ഇതിനു വേണ്ടി നമുക്ക് തന്നൊരു സപ്പോർട്ട്, സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ, റിലീസ് വരെയും റിലീസ് കഴിഞ്ഞിട്ടൊക്കെ ഇത്രയും സിനിമയുടെ കൂടുന്ന ഒരു പ്രൊഡ്യൂസറെ ഞാൻ അധികം കണ്ടിട്ടില്ല. ഇത്രയും സപ്പോർട്ടീവ് ആയിരുന്നു അദ്ദേഹം. ടെക്നിക്കൽ ടീമും അതുപോലെ അതെ, എല്ലാവരും വളരെ ഭയങ്കരമായിട്ട് ആവശ്യമായിരിക്കും അല്ലേ? അതെ അതെ അതെ. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. ഒരു മൂവി അടിപൊളിയായി മുന്നോട്ട് പോട്ടെ. ഇനിയും സാറിന് ഒരുപാട് ഒരുപാട് നല്ല നല്ല സിനിമകളുടെ ഭാഗമാവാൻ കഴിയട്ടെ. നിനക്കും മിത്രക്കുട്ടിയും ഇതുപോലെ ഒരുപാട് നല്ല നല്ല സിനിമകൾ അഭിനയിച്ച് നമുക്ക് ഇനി ഇതുപോലെ ഇവിടെ ഇരുന്നിട്ട് ഇന്റർവ്യൂ നോക്ക് അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ, എന്താണ് പ്രേക്ഷകർക്ക് എന്താ പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? സിനിമ കാണുമെന്ന് പറയണ്ടേ? ഏത് സിനിമ? അറിയേ, എല്ലാം പറയും. ഉയർ സിനിമ കാണണം, സപ്പോർട്ട് ചെയ്യണം, വരവും കാണണം. വരവും കാണണ്ടേ? വരവും കാണണം. താങ്ക് യു സോ മച്ച് സർ. ഓക്കെ, താങ്ക് യു.